എന്തായാലും ഈ വിഷയം സർക്കാരിൻ്റെ ശ്രദ്ധയിൽ നമ്മൾ പെടുത്തുന്നു. ഇത് നമ്മൾ ഫോളോ അപ്പ് ചെയ്യും. നമ്മളൊരു റിപ്പോർട്ടറെ തന്നെ ഇത് പരിഹരിക്കുന്നത് വരെ നമ്മൾ അവിടെ ആ വാർത്ത തുടർച്ചയായിട്ട് റിപ്പോർട്ട് ചെയ്യാനിടും. കാര്യം ഇത് സാധാരണക്കാരൻ്റെ പണമെന്ന് മാത്രവുമല്ല, ഇത് ഈ പുനരധിവാസത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന വീടുകൾ കൂടിയാണല്ലേ ദീപക്? അതിന് വേറെ തടസ്സമൊന്നുമില്ലല്ലോ. തീർച്ചയായും അരുൺകുമാർ, നേരത്തെ നമ്മളോട് മെമ്പർ പ്രതികരിച്ചതുപോലെ ഇവർക്ക് കൃത്യമായി വീട്ടു നമ്പർ നൽകി കൃത്യമായി ഇവരെ പുനരധിവസിപ്പിച്ചാൽ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു പ്രദേശമാണ്. പക്ഷേ കഴിഞ്ഞ വർഷം നമ്മളിവിടെ വന്ന സമയത്ത് ഇത്രയ്ക്ക് കാടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോൾ നമ്മുടെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളാണ്. മുഴുവൻ കാട് കയറി അങ്ങ് അകലെയുള്ള വീടുകളിലെല്ലാം തന്നെ ചുറ്റുവട്ടത്തും കാട് കയറിയിരിക്കുകയാണ്. എല്ലാ പണിയും പൂർത്തീകരിച്ച് പെയിന്റിംഗ് അടക്കം പൂർത്തീകരിച്ച് താക്കോൽ കൈമാറാവുന്ന രീതിയിൽ പണി പൂർത്തീകരിച്ച വാസയോഗ്യമായ വീടുകളാണ് ഇത്തരത്തിൽ ഈ കൃത്യമായി പുനരധിവാസം നടപ്പിലാക്കാത്തതിനെ തുടർന്ന് വെറുതെ കാട് കയറി നശിക്കുന്നത്. നിലവിൽ ഇപ്പോൾ മേപ്പാടി പഞ്ചായത്തിലുള്ള ഈ ദുരന്തബാധിതരായ ആളുകൾ തന്നെ പറയുന്നുണ്ട് അവർക്ക് മേപ്പാടിക്ക് അടുത്തുള്ള പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ താമസിക്കാൻ ആഗ്രഹവും ഇഷ്ടവും എന്നൊക്കെ. പക്ഷേ ഇതുവരെ ഈ ജില്ലാ ഭരണകൂടമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളോ ഈ മേപ്പാടി പഞ്ചായത്തിലെ മുണ്ടക്കയിൽ നിന്നും അല്ലെങ്കിൽ മേപ്പാടി ടൗണിൽ നിന്നും 6 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഈ നത്തംകുനി കോളനി, ഈ നത്തംകുനി ആദിവാസി ഗ്രാമം എന്നുള്ള പറയുന്ന ഈ പ്രദേശം കണ്ടില്ല. ഇന്നലെ ഇത്തരത്തിൽ മന്ത്രിമാരും അതുപോലെ തന്നെ വയനാട്ടിലെ എല്ലാ പഞ്ചായത്തിന്റെ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ കൂടിക്കാഴ്ചയിൽ തന്നെ ഈ നത്തംകുനി പ്രോജക്റ്റിനെ പറ്റി, ഈ സെറ്റിൽമെന്റിനെ പറ്റി തന്നെ ആരും പറഞ്ഞില്ല എന്നതാണ്. മാത്രമല്ല ഇവിടെ കൃത്യമായി ഈ വഴിയും അതോടൊപ്പം വെള്ളവും നൽകി ഈ ഭാഗത്തേക്ക് ആളുകളെ കൊണ്ടുവരികയാണെങ്കിൽ ഒരു സുന്ദരമായ ഗ്രാമമായി ഇത് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ശരി ദീപക്, വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. തീർച്ചയായും ഈ കുടുംബങ്ങൾക്കൊപ്പം റിപ്പോർട്ടർ നിൽക്കും. മാത്രവുമല്ല, ഇത് പുനരധിവാസത്തിന് തുറന്നു കൊടുക്കാൻ കഴിയുന്നതാണെങ്കിൽ സർക്കാർ ഇനിയിങ്ങനെ ഒരുപാട് ഓടി തളരേണ്ട. നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ സർക്കാർ തന്നെ നിർമ്മിച്ചിരിക്കുന്ന 109 വീടുകൾ അനാഥമായി കിടപ്പുണ്ട്. ആ വീടുകൾ വാസയോഗ്യമാക്കിയാൽ തന്നെ 100 പേർക്ക് സുഖമായിട്ട് അവിടെ കഴിയാൻ സാധിക്കും. കൃഷിയോഗ്യമല്ലാത്ത ഭൂമിയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദിവാസി വിഭാഗങ്ങളെ നമ്മൾ എങ്ങനെയാണ് പുനരുദ്ധരീകരിക്കുന്നതെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ. ഫണ്ട് ആരാ കൊണ്ടുപോകുന്നതെന്ന് മനസ്സിലായല്ലോ. അവർ തന്നെ ചോദിക്കുന്നു, ഞങ്ങൾ എന്തിനാണ് ഇവിടെ കൊണ്ട് താമസിപ്പിച്ചതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് നമ്മളുടെ ബൈറ്റിൽ പറഞ്ഞത് അവിടുത്തെ താമസിക്കുന്ന വീട്ടിലൊരു പെൺകുട്ടിയാണ്. ഇങ്ങനെ ആകരുത് നമ്മുടെ സംവിധാനം എന്നുള്ളതാണ്.